ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടങ്ങിയതു മുതൽ യുദ്ധത്തെ കൊട്ടിഘോഷിക്കുന്ന കൂട്ടത്തിൽ മുൻപിലുള്ളത് മലയാളം ന്യൂസ് ചാനലുകളും മലയാളികളുമാണ്. അതെന്തുമാകട്ടെ, സത്യത്തിൽ നമ്മൾ കരുതുന്നത് പോലെ കേരളം ഒരു സേഫ് സോണിൽ തന്നെയാണെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? പാകിസ്ഥാന്റെ മിസൈലുകൾ കേരളത്തിലൊന്നും എത്തില്ല എന്ന് കരുതുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. അതെന്താണെന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പാകിസ്ഥാന് കേരളത്തെ ആക്രമിക്കാൻ കഴിയുമോ എന്നും കേരളം അത്ര സുരക്ഷിതമാണോ എന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പാകിസ്ഥാൻ കേരളത്തെ ആക്രമിക്കുമോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രാധാന്യം പാകിസ്ഥാന് കേരളത്തെ ആക്രമിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഡിഫൻസ് സിസ്റ്റങ്ങളും നേവി, എയർ, ആർമി ഫോഴ്സുകളുടെ പവറും വെച്ച് നോക്കിയാൽ പാകിസ്ഥാൻ കേരളത്തെ ആക്രമിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ പാകിസ്ഥാന് അങ്ങനെയൊരു അറ്റാക്ക് നടത്താൻ കഴിയില്ല എന്നൊരർത്ഥം അതിനില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വായുമാർഗം പാകിസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് ഏകദേശം 2000 കിലോമീറ്ററോളമാണ് ദൂരം എന്ന് പറയുന്നത്. അത് കടൽ മാർഗവും ഏകദേശം അത്രത്തോളം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ ടെക്നോളജിക്കും ഹൈ എഫിഷ്യൻറ്റ് മിസൈലുകൾക്കും ഈ ദൂരമൊക്കെ സിമ്പിളായി മറികടക്കാൻ സാധിക്കുമെന്നതാണ് സത്യം. അത്തരത്തിൽ പാകിസ്ഥാൻ കേരളത്തെ ആക്രമിക്കാൻ സാധ്യതയുള്ള ചില പോസിബിളായിട്ടുള്ള മെത്തേഡുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിസൈൽ അറ്റാക്ക് തന്നെയാണ്. പാകിസ്ഥാന്റെ കൈവശം 2000 കിലോമീറ്ററൊക്കെ കവർ ചെയ്യാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ടെന്നതാണ് സത്യം. അതിലൊന്നാണ് പാകിസ്ഥാന്റെ കൈവശമുള്ള ഷഹീൻ 2 എന്ന മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ. ഈ മിസൈലുകൾക്ക് 2750 കിലോമീറ്ററോളം ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയും. മണിക്കൂറിൽ 18,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ പാകിസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് നിക്ഷേപിച്ചാൽ വെറും 6 മുതൽ 8 മിനിറ്റ് സമയം കൊണ്ട് അത് കേരളത്തിലെത്തും. കൂടാതെ ഈ മിസൈലിൽ ന്യൂക്ലിയർ വാർഹെഡുകളും യൂസ് ചെയ്യാൻ സാധിക്കും. പാകിസ്ഥാന്റെ കൈവശമുള്ള മറ്റൊരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഗൗരി 2 എന്ന മിസൈലുകൾ. ഇതിന് 2000 കിലോമീറ്റർ പരിധിയിൽ വരെ സഞ്ചരിക്കാൻ സാധിക്കും. ഈ മിസൈലുകൾക്ക് 2000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ആവശ്യമാകുന്നത് വെറും 8 മുതൽ 10 മിനിറ്റ് സമയം മാത്രമാണ്. ഇതിനും ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നതാണ് മറ്റൊരു അപകടകരമായ വസ്തുത. കഴിഞ്ഞില്ല, കേരളം വരെ എത്താൻ കഴിയുന്ന പാകിസ്ഥാന്റെ കൈവശമുള്ള മറ്റൊരു ബാലിസ്റ്റിക് മിസൈലാണ് അബാബീൽ. 2200 കിലോമീറ്റർ ദൂരത്തിൽ വരെ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. വെറും 6 മുതൽ 9 മിനിറ്റുകൾ കൊണ്ട് ഇവ ടാർഗറ്റിൽ വന്ന് പതിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ 900 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ബാബൂർ 1B, 600 കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്ന റായദ് 2 തുടങ്ങിയ സബ്സോണിക് മിസൈലുകളും പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഇത്രയും ദൂരം സഞ്ചരിക്കാൻ ഇന്ത്യൻ എയർ സ്പേസിൽ കൃത്യമായ നാവിഗേഷൻ ലഭിക്കുക എന്ന് പറയുന്നത് പാകിസ്ഥാന് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കൂടാതെ S-400 പോലെയുള്ള ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ആകാശത്ത് വെച്ച് തന്നെ പാക് മിസൈലുകളെ നിർവീര്യമാക്കി കളയുകയും ചെയ്യും. ഇനി ഇതൊന്നും സംഭവിക്കാതെ പാകിസ്ഥാന് മിസൈലിനെ കൃത്യമായി നാവിഗേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ മിസൈലുകൾ കേരളത്തിൽ എത്തുകയുള്ളൂ. പക്ഷേ മിസൈൽ അറ്റാക്ക് എന്നത് ഒരു മെത്തേഡ് മാത്രമാണ്. ഇനി പാകിസ്ഥാൻ കേരളത്തെ ആക്രമിക്കാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നേവൽ ബേസ്ഡ് അറ്റാക്കുകളാണ്. അതായത് കടലിലൂടെയുള്ള അറ്റാക്കുകൾ. കറാച്ചി പോർട്ടിൽ നിന്നും കൊച്ചിൻ പോർട്ടിലേക്കുള്ള ഏകദേശ ദൂരം എന്ന് പറയുന്നത് 2000 കിലോമീറ്ററോളമാണ്. ബാബൂർ 3 പോലെയുള്ള സബ്മറൈൻ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാന് കേരളത്തെ അറ്റാക്ക് ചെയ്യൽ പോസിബിൾ ആണെങ്കിലും ഇന്ത്യൻ നേവിയുടെ കണ്ണ് വെട്ടിച്ച് അത്തരത്തിലൊരു അറ്റാക്ക് അസാധ്യമാണെന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൻ്റെ തീരമൊക്കെ സദാസമയവും സത്തേൺ നേവൽ കമാൻഡിൻ്റെ മോണിറ്ററിങ്ങിന് കീഴിൽ വരുന്ന സമുദ്രഭാഗമാണ്. ഇതും കൂടാതെ പാകിസ്ഥാൻ കേരളത്തെ അറ്റാക്ക് ചെയ്യാനുള്ള മറ്റൊരു പോസിബിൾ വേ എന്നത് സമുദ്രത്തിലൂടെയോ അല്ലാതെയോ കേരളത്തിലെത്തിയുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളാണ്. ഇതിവിടെ പറയാനുള്ള കാരണം എന്തെന്നാൽ 2008 മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിലെ തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും ബോട്ട് വഴി കടൽ മാർഗമായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇത്തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ അറ്റാക്കിംഗ് നടത്തുകയോ അല്ലെങ്കിൽ ഹൈ പോപ്പുലേഷനുള്ള സ്ഥലങ്ങളിൽ ബോംബിംഗ് അറ്റാക്ക് നടത്തുകയോ അതുമല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയുള്ളതും അല്ലാത്തതുമായ മുല്ലപ്പെരിയാർ പോലെയുള്ള ഡാമുകൾക്കൊക്കെ ഭീഷണി സൃഷ്ടിച്ച് ആഭ്യന്തര കലാപം വരെ ഇവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. ഇത് തടയാനൊക്കെ തന്നെയായിരിക്കണം ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ മുഴുവൻ പാകിസ്ഥാനികളോടും ഉടൻ തന്നെ രാജ്യം വിടണമെന്ന് പറഞ്ഞതും നിലവിൽ ട്രെയിൻ പോലെയുള്ള ഗതാഗത മാർഗങ്ങളിൽ
പാസഞ്ചർ വെരിഫിക്കേഷൻ ശക്തമാക്കുന്നതും. എങ്കിലും പാക് തീവ്രവാദികൾ സമുദ്രം വഴിയുള്ള നുഴഞ്ഞുകയറ്റം നടത്തുമ്പോൾ ഇന്ത്യൻ നേവി കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ലായിരിക്കും എന്ന് നമുക്കറിയാം. ഇതിനെല്ലാം പുറമെ സൈബർ അറ്റാക്സ്, നമ്മുടെ മീഡിയാസ് പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻസുകളൊക്കെ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് വളരെ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം. ഇനി നമ്മൾ അറിയേണ്ടത്, കേരളത്തെ ആക്രമിച്ചാൽ എന്തിനാണ് കാശ്മീർ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത കേരളത്തെ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് എന്നതാണ്. ഈ യുദ്ധത്തിൽ അതിന് വളരെ കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ട് എന്നതാണ് വാസ്തവം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇന്ത്യയുടെ സത്തേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനമെന്ന് പറയുന്നത് കൊച്ചിയാണ്. ഏതെങ്കിലും തരത്തിൽ കേരളത്തെ പാകിസ്ഥാന് ആക്രമിക്കാൻ സാധിച്ചാൽ അത് നേവിക്ക് വലിയൊരു തിരിച്ചടിയാവുകയും സൗത്ത് ഇന്ത്യ യുദ്ധാന്തരീക്ഷത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഇത് പാകിസ്ഥാന് നല്ലതുപോലെ മുതലെടുക്കാനും സാധിക്കും. മറ്റൊരു കാരണമെന്ന് പറയുന്നത്, മറ്റു ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ സംഘർഷത്തിൽ നിന്നും ഏറ്റവും സേഫായിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഇവിടെ അറ്റാക്കിംഗ് നടത്തിയാൽ അത് കേരളത്തെ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവനായും ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കുകയും ഇന്ത്യക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്യും. ഒരു രാജ്യത്തിനുള്ളിൽ കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിന് മറ്റൊരു രാജ്യവുമായി യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇങ്ങനെയൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇന്ത്യൻ മിലിറ്ററിയിലുള്ള വിശ്വാസത്തിന് വലിയ രീതിയിൽ ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും. പാകിസ്ഥാന് ഇത് വലിയൊരു അവസരവുമായിരിക്കും. കൂടാതെ അതുവരെ ഇന്ത്യ പാക് ബോർഡറുകളിൽ മാത്രം നിന്നിരുന്ന ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സുകൾ ഡൈവേർട്ട് ആവുകയും മിലിറ്ററി കേരളത്തിൽ പുറമെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്ക് സുരക്ഷയുടെ ഭാഗമായി സ്പ്രെഡാകാനും നിർബന്ധിതരാകും. ഈ അവസരം പാകിസ്ഥാൻ വലിയ രീതിയിൽ മുതലെടുത്ത് ഇന്ത്യൻ അതിർത്തിയിൽ കൂടുതൽ ആക്രമണം നടത്താനും സാധിക്കും. പക്ഷേ ഇതൊക്കെ പാകിസ്ഥാൻ കേരളം എന്തെങ്കിലും കാരണത്താൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മോട്ടീവ്സ് മാത്രമാണ്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ അട്ടിമറിയൊക്കെ ചെറുത്തു നിൽക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു സത്യം. ചുരുക്കി പറഞ്ഞാൽ, പാകിസ്ഥാൻ കേരളത്തെ ആക്രമിക്കാനോ ഇനി ആക്രമിച്ചാൽ തന്നെയും അത് സക്സസ് ആവാനുള്ള സാധ്യത 99% ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. പക്ഷേ ഈ സംഘർഷം കേരളത്തെ ഡയറക്റ്റായി ബാധിച്ചില്ലെങ്കിലും എക്കണോമിക് ആൻഡ് ട്രേഡ് ഡിസ്റപ്ഷൻസ്, സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ്, സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്സ് തുടങ്ങിയ പലതരത്തിലും ഇത് ഇൻഡയറക്റ്റായി കേരളത്തെയും മലയാളികളെയും നെഗറ്റീവായി ബാധിക്കുക തന്നെ ചെയ്യും. ഏതായാലും നിങ്ങൾക്കിതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.